നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. താരസംഘടനയായ അമ്മയുടെ നിലപാടുകളെ പരസ്യമായി ചോദ്യം ചെയ്ത നടിയെയാണ് പൾസർ സുനി 2 കൊല്ലം മുൻപ് ആക്രമിച്ചതെന്നതിന്റെ വ്യക്തമായ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. പൃഥ്വിരാജിനെ പോലെ ഈ നടിക്കും അമ്മ നേരത്തെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഈ നടിക്ക് ദിലീപുമായി വ്യക്തിവിരോധമില്ല. നടിമാരുടെ ചേരിയിൽ കാവ്യമാധവനൊപ്പം നിലയുറപ്പിക്കുന്ന നടിയാണ് അവർ. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പോലീസിന് മൊഴി നൽകാൻ ഇവർ തയ്യാറായിട്ടുണ്ട്. ഈ നടിക്ക് പോലീസ് മൊഴിയെടുക്കാൻ നോട്ടീസ് നൽകിയതായാണ് സൂചന. നടിയുടെ അടുത്തെത്തിയാകും മൊഴിയെടുക്കുക. ഇതോടെ സിനിമയിലെ കൂടുതൽ കഥകൾ പുറത്തുവരും. കാവ്യമാധവന്റെ അടുത്ത സുഹൃത്തിനെ കാര്യങ്ങളുടെ ഗൗരവം ബോധ്യപ്പെടുത്തിയത് വിമൻ ഇൻ സിനിമ കളക്റ്റീവാണ്. സിനിമയിലെ കള്ളമുഖങ്ങളെ തുറന്നു കാട്ടാനുള്ള പോരാട്ടത്തിൽ പിന്തുണയും തേടി. ഇതോടെയാണ് പോലീസുമായി സഹകരിക്കാൻ നടി തയ്യാറായത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി നേരത്തെ മറ്റൊരു നടിയെയും സമാനമായ രീതിയിൽ ആക്രമിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കിളിരൂർ പീഡന കേസിൽ ആരോപണ വിധേയനായ നിർമ്മാതാവിന് വേണ്ടിയായിരുന്നു 3 വർഷം മുൻപ് നടന്ന ആ കൊട്ടേഷൻ. ഈ സംഭവം സിനിമാ മേഖലയിലെ പ്രമുഖർ ഇടപെട്ട് പറഞ്ഞു തീർത്തുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നടി പരാതി നൽകാൻ തയ്യാറായതുമില്ല. ആരാണ് ഈ ഒത്തുതീർപ്പുകാർ എന്നും പോലീസ് അന്വേഷിക്കും. അതുകൊണ്ട് കൂടിയാണ് പീഡനത്തിന് ഇരയായ നടിയുടെ മൊഴി നിർണായകമാകുന്നത്. ഒരു നടന്റെ ഡ്രൈവറായി ജോലി ചെയ്യുമ്പോഴായിരുന്നു പൾസറിന്റെ ആദ്യ കൊട്ടേഷൻ ആക്രമണം. ഇത് മുകേഷിന്റെ ഡ്രൈവറായിരിക്കുമ്പോഴെന്നാണ് കിട്ടുന്ന വിവരം. സുനിലിന്റെ ക്രിമിനൽ പശ്ചാത്തലം ദിലീപ് മനസ്സിലാക്കിയത് ആദ്യ നടിയെ സ്വാധീനിക്കാൻ കൊട്ടേഷൻ നൽകിയ നിർമ്മാതാവിൽ നിന്നുമാണ്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ദിലീപിന്റെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക് ഇടനില നിന്നിരുന്നതും ഈ നിർമ്മാതാവാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അന്തരിച്ച സംവിധായകൻ ലോഹിദാസിന്റെ സിനിമയിലൂടെ രംഗത്തെത്തിയ ഒരു നടിയാണ് അന്ന് ആക്രമിക്കപ്പെട്ടത്. നടിയോട് ഒരു നിർമ്മാതാവിന് ഉണ്ടായിരുന്ന വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ആക്രമണത്തിന് ശേഷം സിനിമയിൽ നിന്ന് തന്നെ ഏറെക്കുറെ അപ്രതീക്ഷയായ നടി അടുത്തിടെയാണ് തിരിച്ചു വന്നത്. അതിനിടെ ഈ പ്രമുഖ നടി താനല്ലെന്ന് പറഞ്ഞ് ഭാമ രംഗത്ത് വന്നിരുന്നു. ലോഹിദാസിന്റെ സിനിമയായ നിവേദ്യത്തിലൂടെയാണ് നടി ഭാമ ആദ്യമായി സിനിമാ ലോകത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.